ിൻ്റെ 14-15 വായിക്കാം. 2 Corinthians chapter 5 verse 14 and 15. 2 कोरिन्थी 5ൻ്റെ 14-15. दूसरा कोरिन्थी 5 का 14 और 15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. The love of God constraineth us. परमेश्वर का प्रेम हमको मजबूर करता है. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. കർത്താവിന്റെ വേല ചെയ്യുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാനും കൂട്ടു സഹോദരന്മാരെ സ്നേഹിപ്പാനും ഉള്ള പ്രത്യേക കാര്യം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹം ആരംഭിക്കുന്നത് എങ്ങനെ? നാം എല്ലാം ഒരു കുടുംബക്കാരാണ്. വാസ്തവത്തിൽ പറഞ്ഞാൽ ഞാൻ വടക്കേന്ത്യയിൽ പറയുന്ന ഭാഷയിലാണ് കാൽവറി കുടുംബക്കാർ. ഞങ്ങൾ വടക്കേന്ത്യയിൽ എല്ലാവരോടും പറയുന്നത് എന്താണ്? ഒരു കുടുംബം, കാൽവറി കുടുംബക്കാരാണ്, അല്ലെങ്കിൽ ക്രൂശിൻ്റെ കുടുംബക്കാരാണ്. നമ്മളെല്ലാം കാൽവറി ക്രൂശിൻ്റെ മുൻപാകെ ജനിച്ചവരാണ്. നമ്മളെല്ലാം ദൈവഭവനക്കാരാണ്, ഒരു കുടുംബക്കാരാണ് നാം. അതിവിടെ ആരംഭിച്ചു. നമ്മുടെ ഈ കുടുംബ ബന്ധം നിത്യത വരെയും നീണ്ടു നിൽക്കുന്നതാണ്. മറ്റുള്ള കുടുംബ ബന്ധമെല്ലാം ഭാര്യ ഭർത്താവായാലും മക്കള് ഭാര്യയായാലും എത്ര സ്നേഹമായാലും 10, 50, 60, 70 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് തീർന്നു. എന്നാൽ നമുക്ക് ലഭിച്ചതായ ഈ കുടുംബ ബന്ധം, കാൽവറി കുടുംബ ബന്ധം നിത്യതയോളമുള്ളതാണ്. അതുകൊണ്ട് ആ കുടുംബ ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ്. അപ്പോൾ നാം എന്ത് ചെയ്താലും സ്നേഹത്തിൽ ചെയ്യത്തക്കവണ്ണം ഒരുക്കമുള്ളവരായി തീരണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്ത് കാര്യം ചെയ്യുവാനായാലും നമ്മുടെ പേരിന് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ അല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. നാം ഏത് കാര്യം ചെയ്താലും അതിൻ്റെ പുറകിലുള്ള ഫോഴ്സ്, അതിൻ്റെ പുറകിലുള്ള ശക്തി ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ഈ കാര്യം ചെയ്യുവാൻ നിർബന്ധിക്കുന്നു. ഞാനിപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് ഇവിടെ വന്ന് ഈ ക്ലാസ്സുകൾ നടത്തുവാൻ എന്നെ നിർബന്ധിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമായിരിക്കണം. അല്ല, ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ കുറച്ച് പേര് കിട്ടും, പെരുമയോ അല്ലെങ്കിൽ മറ്റുള്ളത് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ വേലയല്ല. അത് ദൈവത്തെ ചൂഷണം ചെയ്യുന്ന വേലയാണ്. യേശുവിൻ്റെ പേരിൽ പറഞ്ഞ് ചെയ്യുന്ന വേലയാണ്. എന്നെ നിങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഏതാണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. നാം എവിടെ പോയി എന്ത് പ്രവർത്തനം ചെയ്താലും എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നതിനാൽ എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയയില്ല, എനിക്ക് പോയേ മതിയാകുള്ളൂ. അതിന് സ്നേഹം നിർബന്ധിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ 14-ാം വാക്യം വായി. ദൈവത്തിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നു. ഒരുത്തൻ ജീവിക്കുന്നവരിൽ തങ്ങൾക്കായിട്ടല്ല. ആമേൻ, ഹല്ലേലൂയ. തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവന് വേണ്ടി തന്നെ ജീവിക്കണം. എൻ്റെ ഒരു ചെറിയ സമർപ്പണം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. ലേവ്യ പുസ്തകം 20-26 ഒന്ന് വായിച്ചാട്ട്. ലേവ്യ പുസ്തകം 20-26 ഒരു ചെറിയ സമർപ്പണം. അത് ആദ്യമായിട്ട് പറയാനൊന്നും ഉള്ളതല്ല. എന്നാൽ ലെവിറ്റിക്കസ് ചാപ്റ്റർ 20-26 നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടത് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ severed you from other people that ye shall be mine. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, I am only for Jesus. ഈ വാക്യം വായിച്ച ശേഷം ഞാൻ എൻ്റെ മാർജിനിൽ എന്താ എഴുതി വച്ചിരിക്കുന്നത്? ഞാൻ യേശുവിന് വേണ്ടി മാത്രം. കർത്താവ് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ
ആർക്ക് വേണ്ടിയുള്ളവരാണ്? എനിക്ക് വേണ്ടി മാത്രം. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല, എൻ്റെ മാതാവിന് വേണ്ടിയല്ല, എൻ്റെ പിതാവിന് വേണ്ടിയല്ല. ആർക്ക് വേണ്ടി മാത്രം? ക്രിസ്തുവിന് വേണ്ടി. അതേ ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചുവെങ്കിൽ ഇനി നാം ജീവിക്കേണ്ട ആർക്ക് വേണ്ടി ആയിരിക്കണം? അവന് വേണ്ടി ആയിരിക്കണം. പ്രിയമുള്ളവരെ, നിത്യത മുഴുവനും നാം ദൈവത്തോടുകൂടെ ചെലവഴിക്കേണ്ടവരാണ്. ഇവിടെ 50, 60, 100 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിത്യത മുഴുവനും വിശുദ്ധന്മാരുടെ കൂടെ നാം സ്വർഗത്തിൽ ജീവിക്കുവാൻ പോവുകയാണ്. അങ്ങനെ ജീവിക്കാൻ പോകുമ്പോൾ നാം തമ്മിൽ അറിയുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിന് വേണ്ടി നാം എന്തുമാത്രം ജീവിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, അനുഗ്രഹം പ്രാപിച്ചു, കർത്താവ് എന്നെ വിടുവിച്ചു, അതൊക്കെ ശരി. അത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. കർത്താവിന് വേണ്ടി നാം എന്തെല്ലാമായി? അതിനുവേണ്ടി നാം സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നവരാകണം. ഗലാത്യ ലേഖനം 6:17 പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 6:17. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. പൗലോസ് തിരിഞ്ഞു നോക്കിയിട്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രയാസങ്ങളെയും കഷ്ടങ്ങളെയും ഓരോന്നിനെയും ഓർത്ത് കഴിഞ്ഞിട്ട് കർത്താവിന് വേല ചെയ്ത് പറയുകയാണ്, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇന്ന് കാഹളം ധ്വനിച്ചു എന്ന് വിചാരിച്ചാട്ട് കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നമ്മളെല്ലാം അക്കരെ ചെല്ലും. വിശുദ്ധന്മാരങ്ങനെ ലൈനായിട്ട് നിൽക്കും. നമ്മളെല്ലാവരും യേശുവിൻ്റെ സിംഹാസനം മുമ്പേ വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. സത്യമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സത്യം എന്ന പോലെ നിങ്ങളും ഞാനും എല്ലാവരും യേശുവിൻ്റെ സിംഹാസനം മുമ്പിൽ നിൽക്കണം. അപ്പോൾ വിശുദ്ധന്മാർ നിരനിരയായി നിൽക്കുമ്പോൾ പൗലോസ് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ കർത്താവ് ഒരു പ്രാവശ്യം മാത്രമേ ചാട്ടവേർ സഹിച്ചുള്ളൂ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം ചാട്ടവേറിനാൽ അടികൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടികൊണ്ടു, 1 പ്രാവശ്യം കല്ലേറ് കൊണ്ടു. ഇത്രയും കഷ്ടമെല്ലാം സഹിച്ച കർത്താവിൻ്റെ ദാസൻ അവിടെ നിൽക്കുകയാണ്. സഹോദര സഹോദരി, നാം എവിടെ പോയി നിൽക്കും? ഞാൻ ഒരു പ്രാവശ്യം ചൈനയിൽ പ്രസംഗിച്ചുകൊണ്ട് അവിടെ ചൈനയിൽ ഒരുപാട് കഷ്ടം സഹിക്കുന്ന പ്രിയപ്പെട്ടവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാനും സഭകൾ സ്ഥാപിക്കുവാനും കർത്താവ് കൃപ നൽകി. അവിടെ നമുക്ക് നല്ല കൂട്ടായ്മ പല പട്ടണങ്ങളിലുണ്ട്. എല്ലാ ഹൗസ് ചർച്ചസ് ആയിട്ട് നടക്കുന്നുണ്ട്. സാമുവൽ ലാംബ് എന്ന് പറഞ്ഞൊരു സഹോദരൻ, ഞാൻ കർത്താവിന് വേണ്ടി കുറച്ചൊക്കെ കഷ്ടമെല്ലാം സഹിച്ചു, അടിയൊക്കെ കൊണ്ടു, ജയിലിലൊക്കെ കിടന്നു. അപ്പം ഞാൻ കുറച്ച് കഷ്ടം സഹിച്ചല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ സാമുവൽ ലാംബ് എന്ന് പറയുന്ന ചൈനയിലുള്ളതായ കർത്താവിൻ്റെ ദാസൻ ഒരു ടീച്ചറായിരുന്നു. അവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ആ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചതിനാൽ ഒടുവിൽ അവനെ ജയിലിലടച്ചു. ജയിലിലടച്ച 20 വർഷക്കാലം ജയിലിലായിരുന്നു. ജയിലിൽ കിടന്ന ഈ അണ്ടർഗ്രൗണ്ട് ഭൂമിക്കടിയിലുള്ളതായ കൊയില മലയാളത്തിൽ കൽക്കരി ഖനികളിൽ പ്രവർത്തിക്കുകയായിരുന്നു. ടീച്ചറായിരുന്നു. താൻ അവിടെ നിന്ന് മടങ്ങി വന്നപ്പോൾ തൻ്റെ ഒരു ഭാര്യയുണ്ടായിരുന്നു, ഒരു മകളുണ്ടായിരുന്നു. അവർ രണ്ടുപേരും എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. പുള്ളിക്കാരൻ്റെ വീട് ഉണ്ടായിരുന്ന സ്ഥലം അവരെല്ലാം മൈതാനമാക്കി. അത് അവിടെ വേറെ ഗവൺമെൻറ് വക കെട്ടിടങ്ങൾ വെച്ചിരിക്കുകയാണ്, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആ പ്രിയ സഹോദരനുമായിട്ട് അടുത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. പ്രിയ സഹോദര സാമുവൽ ലാംബ്, നീ 20 വർഷം കഠിനാധ്വാനമായി ജയിലിൽ കിടന്നിട്ട് മടങ്ങി വന്നു. ഇപ്പോൾ നിൻ്റെ ഭാര്യയുമില്ല, നിൻ്റെ മക്കളുമില്ല, നിനക്ക് എങ്ങനെ തോന്നുന്നു? ഉടനെ ആ പ്രിയ സഹോദരൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ സഹോദര, ഇത്രയും സഹിക്കാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ. നന്ദിയോടെ പറയുകയാണ്, എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, എൻ്റെ മകൾ നഷ്ടപ്പെട്ടു, എൻ്റെ വീട് നഷ്ടപ്പെട്ടല്ലോ, ഇത്രയും സഹിക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ. ആ പൗലോസിൻ്റെ അടുക്കപ്പോലും എത്തുവാൻ എനിക്ക് യോഗ്യതയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ആ പൗലോസിൻ്റെ അടുക്കൽ പോലും എത്തുവാൻ. പ്രിയമുള്ളവരെ, സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ പുറകെയും വിടുതലിൻ്റെ പുറകെയും പോകുന്നതും നിങ്ങളെ ബാങ്ക്രപ്റ്റ് ആക്കുകയാണ്.
ബാങ്ക്രപ്റ്റ് നിങ്ങളിൽ ഉള്ളതുകൂടെ പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയാണ്. എന്തെങ്കിലും സഹിക്കാനുണ്ടെങ്കിൽ ഈ ഭൂമിയിലിരിക്കുമ്പോൾ മാത്രമേ അവസരമുള്ളൂ. ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സഹിക്കാനോ ഒരവസരവും കിട്ടുകയില്ല. അവിടെ ചെന്ന് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഓരോരുത്തര് കർത്താവിന് വേണ്ടി വലിയ വില കൊടുത്തവരാണ്. ഹല്ലേലൂയ, വലിയ വില കൊടുത്തവരാണ്. ഞാൻ സ്നാനപ്പെടുത്തിയതായ ഞങ്ങളുടെ ചൈനയിലുള്ളതായ ഒരു ചെറിയ പെൺകുട്ടിയുടെ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. നല്ല യൗവനക്കാരിയായിരുന്നു. 17-ാമത്തെ വയസ്സിലാണ്. അനേകരെ ചൈനയിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അവർക്ക് അവിടെയെല്ലാം ബൈബിൾ ക്ലാസ്സുകൾ നടത്തി മുൻപോട്ട് വരുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സഹോദരി 17-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മുൻപോട്ട് വന്നു കർത്താവിൻ്റെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങി. 22-ാമത്തെ വയസ്സിൽ നല്ല ആരോഗ്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവരോട് പറഞ്ഞു യേശുവിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു. ഒടുവിൽ അവർ പറഞ്ഞപ്പോൾ അവർ പിടിച്ച് ജയിലിലാക്കിയിട്ട് അവളുടെ മുഴുവൻ വസ്ത്രവും ഉരിഞ്ഞ് നഗ്നയാക്കി 82 ദിവസം അവർ ജയിലിലിട്ടിരുന്നു. അപ്പം ഈ പട്ടാളക്കാർ വന്ന എല്ലാ അന്യായങ്ങളും നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ കഴിയയില്ല. അങ്ങനെയുള്ള അന്യായങ്ങളെല്ലാം ആ സഹോദരി നഗ്നയാക്കി അവളുടെ മേൽ ചെയ്തുകൊണ്ടിരുന്നു. അന്നേരം എല്ലാം അവൾ യേശുവേ യേശുവേ എന്ന് പറയുമായിരുന്നു. അതിൻ്റെ 83-ാമത്തെ ദിവസം ഈ പോലീസുകാർ അവിടെയുള്ളതായ ഒരു ജയിൽ പുള്ളിയെ ഉപദ്രവിച്ച് അടിച്ചതിന് ശേഷം അവൻ വീണ് മരിച്ചപ്പോൾ അവൻ്റെ ശവശരീരം വലിച്ചുകൊണ്ട് ഇവളുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇവളുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നീ എപ്പോഴും യേശുവേ യേശുവേ എന്ന് പറഞ്ഞു, യേശു ജീവനെ ഓർക്കുന്നുള്ളോ, ഇവനെ ജീവിപ്പിക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞു എനിക്കൊരു ടവലോ എന്തെങ്കിലും വസ്ത്രം തരാൻ പറഞ്ഞു. അപ്പോൾ ഒരു ടവൽ കൊടുത്തു. പൂർണ്ണ നഗ്നയാണ്. അപ്പോൾ ആ നഗ്നത മറച്ചുകൊണ്ട്, ആ ടവൽ കൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് കർത്താവേ ഇവനെ ജീവിപ്പിക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ ആ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആ പ്രിയ സഹോദരിയെ അവർ ജയിലിൽ നിന്ന് വിട്ടു. അവൾ 22 ചെറിയ ചെറിയ സഭകൾ സ്ഥാപിക്കാൻ, സഭകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടായ്മകളെന്ന് പറഞ്ഞാൽ ഒരു വീടിൽ കൊള്ളുന്നത് മാത്രം 12 പേരോ 15 പേരോ അതിൽ കൂടുതലില്ല. 22 കൂട്ടായ്മകളായി. അതിനുശേഷം അപ്പോഴത്തേക്ക് 2 വർഷം കഴിഞ്ഞ് വീണ്ടും പോലീസ് അവളെ പിടിച്ചിട്ട് ഒരു ഫീൽഡിൽ കൊണ്ടുപോയി നഗ്നയാക്കി ഉമാറിൻ്റെ ഒരു ബ്രസ്റ്റ് കണ്ടിച്ച് അവരുടെ പട്ടിക്ക് ഇട്ടുകൊടുത്തു. അവൾ പറഞ്ഞു യേശുവിനെ നീ തള്ളിപ്പറയണം. അവൾ പറഞ്ഞു ഒക്കുകയില്ല. 2ാമത് കണ്ടിച്ചു, നഗ്ന നിർത്തി. അവൾ പറഞ്ഞല്ലോ. ഒടുവിൽ പുറകിലുള്ളതായി ഈ ഭാഗം മുറിച്ച് നായിക്ക് കൊടുത്തപ്പോൾ അവൾ പുറകോട്ട് വീണ് പ്രാണനെ വിടുവാനിടയായി. ആ സഹോദരന്മാർ അവർ വിട്ടേച്ചങ്ങ് പോയപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരൊരു ബെഡ്ഷീറ്റ് കൊണ്ട് അവളുടെ ശരീരം മറിച്ചിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞത് ഇന്നും ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കുന്ന അനേകായിരങ്ങളുണ്ട്. ഞങ്ങളുടെ വടക്കേ ഇന്ത്യയിൽ ക്രിസ്തുവിന് വേണ്ടി ജൈൻ മതത്തിൽ നിന്ന് വന്നവർ, സിഖ് മതത്തിൽ നിന്ന് വന്നവർ, ഹിന്ദു മതത്തിൽ നിന്ന് വന്ന് വില കൊടുക്കുന്ന അനേകരുണ്ട്. പല ധനാട്യന്മാർ വെറും ഒന്നുമില്ലാത്തവരെ പോലെ ആയിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി. കേരളത്തിലുള്ള ദൈവജനമേ, നമ്മുടെ പിതാക്കന്മാർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി വില കൊടുത്തിറങ്ങി വന്നവരാണ്. പെന്തക്കോസ്തിൻ്റെ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ചപ്പോൾ വലിയ കെട്ടിടങ്ങളും വലിയ പള്ളികളുമെല്ലാം വിട്ട് വെളിയിൽ വന്ന് മരത്തിൻ്റെ ചുവട്ടിലും ചെറ്റപ്പുരയിലും ഒക്കെ ഇരുന്നാണ് ആരാധിച്ചത്. അതിൻ്റെ ശേഷം അവരുടെ മരിച്ചവരെയൊക്കെ നദിയുടെ കരയ്ക്കൊക്കെ അടക്കിപ്പോയി. അങ്ങനെയാണ്, കഷ്ടതയിലാണ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭ ആരംഭിച്ചത്. എന്നാൽ ക്രമേണ സ്നേഹത്തിൽ നിന്ന് കുറവ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാഹളം ധ്വനിക്കാറായി. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, പ്രിയ സഹോദര സഹോദരി, നിത്യതയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചു ഇഞ്ഞു കൊണ്ടൊന്ന് പറയാതെ കർത്താവ് ചോദിക്കും, മോളെ നീ എനിക്ക് വേണ്ടി സഹിച്ചതൊന്ന് പറഞ്ഞാട്ടെ, നീ എനിക്ക് വേണ്ടി സഹിച്ചതൊന്ന് പറഞ്ഞാട്ടെ. എത്ര പേർ ജീവനോടെ നിർത്തി മെഴുകുതി എരിക്കുന്നത് പോലെ എരിക്കപ്പെട്ടു. എത്രയോ പേർ രക്തസാക്ഷികളായി തീർന്നു. എത്രയോ പേരെ കഷണം കഷണമായി മുറിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഡൽഹിയിൽ ജൈൻ മതത്തിൽ വന്ന
രക്ഷിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസിയുണ്ട്. പൂനം ജെയിൻ എന്നാണ് പേര്. ഡിഫൻസിൽ പുള്ളിക്കാരത്തി ഒരു ഓഫീസറാണ്. ഭർത്താവിനേക്കാളും കൂടുതൽ ശമ്പളമുണ്ട്. ഹിന്ദു മതത്തിൽ ഏറ്റവും ഉയർന്നതാണ് ജെയിൻ മതം. ആ ജെയിൻ മതത്തിൽ പുള്ളിക്കാരത്തി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. കർത്താവ് കൃപയാളവരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകി. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. ഞങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എൻ്റെ ഭാര്യയും മകളും താമസിക്കുന്നിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അവളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാനിടയായി. അതിന് ശേഷം ഭർത്താവ് വളരെ എതിരായിത്തീർന്നു. ചെറിയ എതിരല്ല. ഭർത്താവ് എന്ത് ചെയ്തു? ഉള്ള വസ്ത്രങ്ങളെല്ലാം എടുത്ത് കത്രിക കൊണ്ട് കത്തിരിക്കാൻ തുടങ്ങി. ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരി കത്രിക കൊണ്ട് കത്തിരിച്ചു. ഭർത്താവ് പറയുകയാണ്, ഇപ്പോഴുള്ള കാര്യമാണ് അവർ. ഭർത്താവ് പറയുകയാണ്, നീ യേശുവിനെ തള്ളിപ്പറയുന്നില്ല എങ്കിൽ ഞാൻ ഒരു വിധത്തിൽ നിന്നെ സഹിക്കില്ലെന്ന് പറഞ്ഞു. ഒരു മകനും മകളുമുണ്ട്. മകൻ 10, 12, 16 വയസ്സേ ഉള്ളൂ. ആ മക്കൾ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നവരാണ്. അവരെ കൊണ്ട് അടുപ്പിച്ചു. സ്വന്തം മകളെയും മകനെയും കൊണ്ട് അടിക്കാൻ പറഞ്ഞു അമ്മയെ. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ആരാധന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ നല്ല തണുപ്പുള്ള സമയത്താണ്. കഴിഞ്ഞ വർഷത്തെ തണുപ്പിൻ്റെ സമയത്താണ്. കഴിഞ്ഞ വർഷത്തെ തണുപ്പിൻ്റെ സമയത്താണ് വന്നപ്പോൾ വീടെല്ലാം പൂട്ടി. വലിയ നല്ല കെട്ടിടമാണ്, നല്ല പണക്കാരുള്ളതാണ്. വീടെല്ലാം പൂട്ടി. ഭർത്താവ് പറഞ്ഞു, നിന്നെ അകത്ത് കയറ്റത്തില്ല. എനിക്ക് മൊബൈൽ കൂടെ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ജമ്മുവിലാണ്, ഭർത്താവിനെ ആയിട്ട് കയറ്റില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒരു പട്ടിയെ പോലെ ആ വരാന്തയിൽ കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ, എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവാകുന്ന കമ്പിളി നിനക്ക് തരാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പരിശുദ്ധാത്മാവാകുന്ന കമ്പിളി പുതച്ചുകൊണ്ട് നീ ഒരു പട്ടിയെ പോലെ അവിടെ കിടന്ന് സ്തോത്രം ചെയ്തോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആ സഹോദരിയെ ആ ഭയങ്കര തണുപ്പിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവാകുന്ന കമ്പിളി എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിക്ക് മനസ്സിലായി. അത് വെച്ചുകൊണ്ട് അവിടെ കിടന്നു. ഈ സഹോദരിയുടെ ഈ പ്രവർത്തനം കണ്ടിട്ട് അമ്മാവിയമ്മ, ആ സഹോദരൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എനിക്ക് ആ സഹോദരിയെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം കർത്താവ് തന്നു. അമ്മാവിയമ്മയെ. സാധാരണ അമ്മാവിയമ്മമാർ എങ്ങനെയാണ്? മകൻ്റെ സൈഡേ പിടിക്കത്തുള്ളൂ. എന്നാൽ ഈ അമ്മായിയമ്മ ആ സഹോദരി സ്നാനപ്പെടുവാനിടയായി. അമ്മ സ്നാനപ്പെടുവാനിടയായി. ഇന്നും ആ പ്രിയ സഹോദരി വില കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, സഹോദരി, നിനക്ക് കിട്ടുന്ന ശമ്പളം എന്ത് തന്നെയായാലും മുഴുവനും കൊണ്ട് ആ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം. ഉടനെ എന്തു പറഞ്ഞാലും അപ്പോൾ ആ ഭർത്താവിന് ഇപ്പോഴും അതിശയമാണ്. ഞാൻ ഇവളെ ഇത്രയും ഉപദ്രവിച്ചിട്ടും ഇത്രയെല്ലാം ചെയ്തിട്ടും അവൾ കിട്ടുന്ന ശമ്പളം മുഴുവൻ എൻ്റെ അടുക്കലാണല്ലോ കൊണ്ടുത്തരുന്നത്. അങ്ങനെ കർത്താവിന് വേണ്ടി സഹിക്കുന്ന, ജീവിക്കുന്ന എത്രയോ വിശ്വാസികൾ വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴുണ്ട്. നിങ്ങൾക്ക് വന്നാൽ കാണാൻ കഴിയും. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന. ആകയാൽ കേരളത്തിലുള്ള ദൈവജനമേ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് അപേക്ഷിക്കുന്നത്, ഈ അനുഗ്രഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ മാർഗം ചവറ്റുകുട്ടയിലിട്ടിട്ട്, ഞാൻ പറയുന്നു, അനുഗ്രഹിക്കുന്ന സുവിശേഷത്തിൻ്റെ മാർഗം ചവറ്റുകുട്ടയിലിട്ടിട്ട് കർത്താവിന് വേണ്ടി വല്ലത് സഹിപ്പാൻ നിങ്ങൾ ഒരുങ്ങുമോ? ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനായ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഞാൻ ഈ പറയുന്നതാണ് സത്യവചനം. അല്പം പോലും മായമില്ലാത്ത സത്യവചനം നമ്മുടെ പിതാവ് എന്നെ അയച്ച് നിങ്ങളോട് പറയിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ കുറ്റം പറയാനല്ല വന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കഠിനമായി തോന്നുന്നുവെങ്കിലും സിംഹാസനം മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വാക്കുകൾ ഓർക്ക് വരും. അപ്പോൾ നിങ്ങൾ പറയും, ശമൂവേൽ സഹോദര, അന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അല്പം വേദനയായി തോന്നി, എന്നാൽ വാസ്തവമായി ഞങ്ങളത് ഈ സ്ഥാനത്തേക്ക് എത്തിച്ചു. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളല്ല നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാനല്ല യേശുവിനെ നമുക്ക് വേണ്ടിയത്. ആ സ്നേഹത്തിൻ്റെ കയറ് അവനുമായി നമ്മെ ബന്ധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഇന്ന് നിങ്ങൾ അനേകരും വിശ്വസിക്കുന്നത് എന്താ? യേശു രോഗികളെ സൗഖ്യമാക്കും, യേശു കഷ്ടം നീർക്കുമെന്ന് പറഞ്ഞാൽ അനേകർ വന്നിരിക്കുന്നത്. വില കൊടുക്കാൻ ആരുമില്ല. എന്നാൽ കർത്താവ് നോക്കുന്ന ആരാണ്? വില കൊടുക്കാൻ ആരുണ്ട്? ഈ സ്നേഹത്തിന് വേണ്ടി വില കൊടുക്കാൻ ആരുണ്ട്? യേശുവേ, ആ ക്രൂശിലെ സ്നേഹത്തിന് വേണ്ടി ഞാൻ വില കൊടുക്കുവാൻ വരുന്നു. ഇനിയും ജീവിക്കുന്നവർ ആർക്ക് വേണ്ടി ജീവിക്കരുത്? തങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. 2008 വരെ
നമ്മൾക്ക് വേണ്ടി ജീവിച്ചു. ഈ 2009 ഒന്നാമത്തെ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ എനിക്ക് വേണ്ടി ഒത്തിരി ജീവിച്ചു, ഞാൻ എനിക്ക് വേണ്ടി ഒത്തിരി നിന്നോട് പ്രാർത്ഥിച്ചു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു, മക്കളുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനിയും കർത്താവേ, എനിക്ക് വേണ്ടി ഇനിയും ജീവിക്കേണ്ട. ഇനിയും ജീവിതത്തിലുള്ളതായ 1 മാസമോ 2 വർഷമോ എത്ര നാളോ ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ ഭാര്യ ഇവിടെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയ ഭാര്യയോട് പച്ചയായിട്ട് പറഞ്ഞ കാര്യം, പച്ചയ്ക്ക് പച്ച ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയ ഭാര്യയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, എനിക്കും ഞങ്ങൾ 2 മക്കൾക്കും വേണ്ടി നിന്നാലാവുന്നതെല്ലാം നീ ചെയ്തു, അതെല്ലാം വളരെ നല്ലത്. എന്നാൽ എന്നെ സ്നേഹിച്ച് എന്നെ ശുശ്രൂഷിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നിനക്കൊരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല. സഹോദരിമാർ കേൾക്കുന്നുണ്ടോ? ഭർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നാൽ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഭർത്താവിനെ സേവിച്ചത് കൊണ്ട് ഇവിടുന്ന് ഭർത്താവിൻ്റെ പുഞ്ചിരിയും സാരിയും മറ്റുള്ള സാധനം കിട്ടിയതാ പ്രതിഫലം. എന്നാൽ യഥാർത്ഥമായി കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് വേല ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പ്രതിഫലം അവിടെയുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ വയലിലിറങ്ങി, കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, മുൻപ് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, സകലതും മറന്ന് അധ്വാനിക്കുക. അപ്പോൾ പുതിയ യെരൂശലേമിൽ നമ്മൾക്ക് കർത്താവിനോട് ഒന്നിച്ച് വാഴുവാനുള്ള ഭാഗ്യം ലഭിക്കും. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിശ്വസ്തയോടെ സ്നേഹിച്ചതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നാൽ പ്രതിഫലം കിട്ടുമെന്ന് ചിന്തിക്കരുതേ. അതിനാണ് കർത്താവ് പറഞ്ഞത്, തൻ്റെ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. 1 കൊരിന്ത്യർ 7:29 മുതൽ 31 വരെ വായിക്കുമ്പോൾ, ഭാര്യമുള്ളവരുള്ളവർ ഇല്ലാത്തവരെ പോലെയും വസ്തുക്കളുള്ളവർ ഇല്ലാത്തവരെ പോലെയും കാലം എന്ത് ചെയ്തിരിക്കുന്നു? ചുരു വായിച്ചാട്ട് 1 കൊരിന്ത്യർ 7 29 മുതൽ 31 വരെ ഒന്ന് വായിച്ചാൽ. 1 കൊരിന്ത്യർ 7 ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു, ഇല്ലാത്തവരെ പോലെയും സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ, കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഇന്നേക്ക് ഏകദേശം 2000 വർഷം മുൻപേ പൗലോസ് എഴുതുമ്പോൾ പറഞ്ഞ കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇന്ന് പൗലോസ് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? ഇന്ന് എഴുതുകയാണെങ്കിൽ പൗലോസ് പറയും, ഇനിയും ദിവസങ്ങൾ ഒട്ടും ഇല്ല. ഭാര്യമാരെ പറഞ്ഞു വിടണമെന്നല്ല, ഭാര്യമാർക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, കർത്താവിന് വേണ്ടി ജീവിക്കണം. ഭർത്താക്കന്മാർക്ക് വേണ്ടി അല്ല ഭാര്യമാർ ജീവിക്കേണ്ടത്. അഗാപ്പെ സ്നേഹത്താൽ നിറഞ്ഞവരായി ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് എനിക്ക് യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് എല്ലാവരും സാക്ഷികളാകണം. കേരളത്തിൽ ആ സഭയിലെ സാക്ഷ്യം, ഞങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ സഭയിൽ ആർക്കും സാക്ഷി പറയാൻ അവകാശമില്ല. എല്ലാവരോടും പറയുന്നത് സാക്ഷ്യം പറയേണ്ടത് വെളിയിലാണ്. എവിടെയാ? ചന്തസ്ഥലത്തും അയൽവക്കത്തുകാരുടെ ഇടയില്ല. സഭയിലല്ല സാക്ഷ്യം. സാക്ഷി പറയേണ്ടത് എവിടെയാ? ഞങ്ങൾ ഏത് സഭകളിൽ വന്നാലും ഞായറാഴ്ച നിങ്ങൾക്ക് സാക്ഷ്യം പറയുന്ന ആരെയും കാണാൻ ഒക്കില്ല. അവർ പറയും സാക്ഷ്യം പറയേണ്ടത് എവിടെയാ? അയൽവക്കത്തുകാരുടെ അടുക്കലും മറ്റുള്ളവരുടെ അടുക്കലുമാണ് സാക്ഷ്യം പറയേണ്ടത്. രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെല്ലാവരും എന്താകണം? സാക്ഷികളാകണം. നമ്മുടെ ലജ്ജാവസ്ത്രമൊക്കെ ഒന്ന് മാറ്റി കാലം തീരുന്നതിന് മുൻപേ, കർത്താവെ, ഞാനും എൻ്റെ ഭർത്താവാകുന്ന ചാക്കോച്ചനും കൂടെ ഇന്ന കോളനിയിൽ താമസിച്ചു, ഇതിൻ്റെ ചുറ്റുപാടുമുള്ളവരോട് സുവിശേഷം പറയുവാൻ എനിക്ക് ഭാഗ്യം നൽകിയല്ലോ, ഇവരെ ക്രിസ്തുവിൽ കൊണ്ടുവരാൻ ഭാഗ്യം തന്നല്ലോ എന്നുള്ളതാണ് വേണ്ടിയത്. അതുകൊണ്ട് താങ്കൾക്ക് വേണ്ടി അല്ല. നമ്മൾക്ക് ഈ വീട്ടിലൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു അനുഭവം ഉണ്ടല്ലോ, 3, 4, 5 കൂട്ടാനൊക്കെ ഉണ്ടാക്കും. എൻ്റെ അമ്മച്ചി ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവിൻ്റെ ദാസന്മാർ വരുമ്പോൾ ഒരു 10-12 കൂട്ടാൻ ഉണ്ടാക്കി വെച്ചേച്ച് പറയും, ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് പറയും. അമ്മച്ചിയുടെ സ്നേഹം നിമിത്തം ഉടനെ കർത്താവിൻ്റെ ദാസന്മാർ ഇത്രയും ഉണ്ടാക്കി വെച്ചേച്ചാ പറയുന്നത്, ഒന്നും ഉണ്ടാക്കിയില്ലെന്ന്. ഞാൻ പറയുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, കാലം തീരാറായിരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി രുചിയായി ഒരുപാട് ആഹാരം ഉണ്ടാക്കി സമയം നഷ്ടപ്പെടുത്താതെ ആവശ്യത്തിനുള്ള ഉണ്ടാക്കുക. ബാക്കി സമയം മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അയൽവക്കത്താരോടുകൂടെ സുവിശേഷം പറയുക, അയൽവക്കത്തുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്താൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിൽ വർദ്ധിക്കും.
ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളെ പിടിക്കപ്പെട്ടിരിക്കുന്ന അനേക രോഗങ്ങളും തന്നെത്താനെ അങ്ങ് ഓടിപ്പോകും. ഈ ബ്ലഡ് പ്രഷറും ഡയബറ്റീസും മറ്റൊക്കെ തന്നെത്താനെ അങ്ങ് ഓടിപ്പോയിക്കൊള്ളും. അല്ലെങ്കിൽ ഇതിങ്ങനെ കയറി അതെല്ലാം കയറി നമ്മളിങ്ങനെ വിശ്രമിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഇനി നമ്മൾക്ക് വേണ്ടിയല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയല്ല, ആർക്ക് വേണ്ടി ജീവിക്കണം? ക്രിസ്തുവിന് വേണ്ടി. ഇനി അതിനോടുകൂടെ 1 യോഹന്നാൻ 3:16 വായിച്ചാട്ട്. 1 യോഹന്നാൻ 3:16. 1 John chapter 3 verse 16. നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ വെച്ചു കൊടുക്കുന്ന ആ സ്നേഹം എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും നമ്മുടേതുള്ളതെല്ലാം കൊടുത്താൽ പോരെ, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുപ്പാനുള്ള ഒരുക്കം ഉണ്ടാകണം. സ്തോത്രം. അതെങ്ങനെയാ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്നത്? അത് മനസ്സിലാക്കാനായി 2 കൊരിന്ത്യർ 4:8 മുതൽ 12 വരെ ഒന്ന് വായിച്ചാട്ട് എല്ലാവരും ഒന്ന്